ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത്തപ്പഴവും അരിപ്പൊടിയും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കണം. ഞാൻ 2 നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റോളം നമുക്ക് ഈ ഏത്തപ്പഴം നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്തതുപോലെ ആയി വരുമല്ലോ, അതുവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് തേങ്ങയും പഴവും കൂടെ ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു തേങ്ങയും പഴവും ഒക്കെ വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അതിനുശേഷം ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1/4 കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിനി സാധാരണ വലിയ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് അളവിന് ശർക്കര എടുത്തതിന് ശേഷം ഒന്ന് മെൽറ്റാക്കിയിട്ട് വീണ്ടും അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ബാക്കി അരിപ്പൊടിയൊക്കെ ഒന്ന് ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ശർക്കര പൊടിയിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയിട്ട് വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനൊരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വന്നേക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ തിക്കായിട്ട് വന്നില്ല, കുറച്ചുകൂടെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 1-2 സ്പൂൺ അളവിൽ ചൂടുവെള്ളം കൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പഴവും അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ കുറേശ്ശെയായിട്ട് അരിപ്പൊടി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉരുളയാക്കിയതിന് ശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരിപ്പുവടയുടെയൊക്കെ ഒരു ഷേപ്പിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവെല്ലാം തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ടൊന്ന് വെക്കണം. അതിനായിട്ടൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള പലഹാരമെല്ലാം നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എന്തായാലും ഒന്ന് ചായയുടെ കൂടെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.